ഞാൻ KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അഭിഭാഷകൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒരു വിഷയത്തിൽ അവരുടെ പഠനത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ അല്ലല്ല നമ്മളോട് KSUവിന് കാര്യങ്ങൾ അറിയണം, കൃത്യമായിട്ട് വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ അറിയണം. അവരോട് ചോദിച്ചോളാം, മാനേജ്മെന്റിനോട് നിങ്ങളോട് സംസാരിക്കണം. അല്ലാതെ അവരോട് മാത്രമല്ലേ സംസാരിക്കാറുള്ളൂ. അതേക്ക് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. സംസാരിക്കണോ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. ഞാൻ സംസാരിക്കുന്നത് എന്ത് മര്യാദ അത് മേലണ്ട. എനിക്കൊക്കെ അറിയാം കാണിക്കാനായിട്ട്. അല്ല സംസാരിക്കാലോ, കുഴപ്പമില്ല. 2014 മുതലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ ബാങ്കിന് ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ബാങ്കിന്റെ ഹൈപ്പോത്തിക്കേറ്റഡ് കോട്ടക് മഹീന്ദ്ര എന്നുള്ളൊരു ബോർഡൊന്നും ഇവിടെ ഇല്ല. നിലവിൽ SN ട്രസ്റ്റിന്റെ ഭാഗമാണ് ഈ കോളേജ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ ഒക്കെ ആ ട്രസ്റ്റിന്റെ ഭാഗമാണെന്ന് എഴുതിയിട്ടാണ് ഞങ്ങളിവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ ഇതല്ല, ഇവിടെ കുറച്ച് ആളുകളോട് ചേർന്നിട്ട് ഇവരിങ്ങനെ ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് അഫിലിയേഷനൊക്കെ മേടിച്ചൊരു കോളേജ് നടത്തുന്നതാണെന്ന് അറിഞ്ഞത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോളേജായിരുന്നു, സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഫീസ് സ്ട്രക്ചറൊക്കെ ഉള്ളൊരു കോളേജായിരുന്നു. പക്ഷേ ഇവർ ഈ കോട്ടക് മഹീന്ദ്ര എന്ന ബാങ്കിൽ നിന്ന് 4 കോടി രൂപയാണ് എടുത്തിരുന്നത്, വായ്പ എടുത്തിരുന്നത്. ഇപ്പോൾ അത് 18 കോടി രൂപയായി മാറിയിരിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടികളെ ഇവിടെ ചേർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആർട്സ് കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഈ ഇൻ്റഗ്രേറ്റഡ് MCA എന്ന് പറഞ്ഞൊരു കോഴ്സിന് പഠിക്കുന്നത് എൻ്റെ കുട്ടി അതിന് പഠിക്കുന്നുണ്ട്. 2.5 വർഷം പിന്നോട്ട് 5 വർഷത്തെ കോഴ്സാണ്. ഇത് വേറെ ഒരു കോളേജിലേക്ക് കേരളത്തിൽ മാറ്റി പഠിപ്പിക്കാൻ പറ്റില്ല, റിയോലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 2.5 വർഷം ഇത് KT യൂണിവേഴ്സിറ്റിയാണ്, വേറെ ഒരു കോളേജ് ഇവിടെ ഇല്ല. ഒരു കോളേജുള്ള പാലയിൽ ഓട്ടോണമസ് കോളേജാണത്. അവിടെ 60 ആണ് സ്ട്രെങ്ത്, ഇവിടെ 125 കുട്ടികളാണ് ഇതിന് പഠിക്കുന്നത്. ഇവരെ മാറ്റാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ബാങ്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ചെന്ന് കോടതി പറഞ്ഞതാണ് റിയോലൊക്കേറ്റ് ചെയ്തിട്ട് ഇവർ പൊസഷൻ എടുത്തോളൂ എന്ന് പറയുന്നത്. കുട്ടികൾ റിയോലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് MCA പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇവിടെ ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാതെ രക്ഷകർത്താക്കൾ നിൽക്കുകയാണ്. പോലീസ് ആവട്ടെ ബാങ്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് വന്നേക്കുന്നത്. ഞങ്ങളുടെ പേരൻസിന്റെ കാര്യം അവർക്കൊരു വിഷയമല്ല. പേരൻസിനകത്തിട്ട് ഇവർ എന്തോ വയലേഷൻ ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ തീരുമാനിക്കട്ടെ എന്താണ് വയലേഷൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണു. എന്നിട്ട് ഇവര് ഇത് 2014 മുതലുള്ള കാര്യമാണെന്ന് അറിയണത്. അല്ല, അവര് പറയുന്നത് ഞങ്ങൾ ഇവിടെ ബയർ വരുന്നുണ്ട്, ഞങ്ങൾ വേറെ ഒരു കച്ചവടക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് കടഞ്ഞങ്ങൾ ഞങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കും, അവർ വരണ്ട് ഇവർ വരണ്ട് എന്നൊക്കെ പറയുന്നു. ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ 19-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ, ഒക്ടോബർ 19-ാം തീയതി വന്നിട്ട് അവർ ഇത് അറ്റാച്ച് ചെയ്തിട്ട് അവർ ആ നിമിഷം തന്നെ ഇത് ഞങ്ങളൊന്ന് സംസാരിച്ചു, ചെക്ക് കൊടുത്തു. ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ മാനേജ്മെന്റിന്റെ 2 ആളുകൾ തമ്മിലുള്ള തർക്കം കാരണം ഈ ചെക്ക് പാസ്സാക്കി വിടാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ബാങ്ക് ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പേരൻസിന്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തു കൊടുത്ത് വീട്ടാവുന്ന ഒരു കട അല്ല അത്. 18 കോടി രൂപയാണെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങളുടെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. തമാശ പറയണോ? സാർ കോമഡി ചർച്ചയിൽ പോയാൽ ഈ തമാശ പറയാനായിട്ട് പോലീസുകാരില്ലേ ഒരുപാട് തമാശ പറയാൻ സാറിന് ഈ നേരത്തെ സാറിന് മക്കളില്ലേ? ഒരെണ്ണമെങ്കിലുണ്ടെങ്കിൽ സാറ് ഇതിന് സംസാരിക്കില്ല, ഇല്ലെങ്കിൽ ഇതിന്റെ ഇത് സാർ അനുഭവിക്കും. ഓർത്തോ, ഞങ്ങൾ ഇത്രയും രക്ഷകർത്താക്കളെ ശപിക്കുന്നത്. ഓർത്തോ, ഒരെണ്ണമെങ്കിലും സാറിനുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ദിവസം സാറ് ഒരു സന്താനത്തിന് വേണ്ടി സാർ കണ്ണീരൊറുക്കും. ഓർത്തോ, ഈ സ്ഥാനമൊന്നും എല്ലാ കാലവും സാറിന്റെ കയ്യിൽ ഉണ്ടാവൂലല്ലോ. എന്നാ പറഞ്ഞത് ഇളയണികളില്ലാന്ന്. അവന്മാരാണ് ഞങ്ങളുടെ കാശ് മുഴുവൻ തിന്ന് കട്ടുമുടിച്ചത്. അത് അവന്മാരവിടെ കയറി നിൽക്കണം. ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയണം, ഞങ്ങൾ രക്ഷിതാക്കളാണ്, ഞങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ്. ചേട്ടാ ഞാൻ വിളിച്ചാ പോരെ? ഞാൻ അടച്ച കിടക്കാം.
ആഴ്ചയിൽ ഇതിന്റെ പരിപാടി ബാങ്കുകാരും പോയിക്കോട്ടെ, ഞങ്ങൾക്ക് മാനേജ്മെന്റിനെ കാണണം. സാറേ ഗേറ്റ് തുറക്കാൻ സാറേ, ഈ വിഷയം പറഞ്ഞില്ല ഒരു കാര്യം, ഞങ്ങൾ